നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികൾ മുതൽ വലിയവർ വരെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ, അകാലനര, താരൻ എന്നിവയെല്ലാം. ഇതൊക്കെ മാറി മുടി നല്ല കരുത്തോടു കൂടിയും നല്ല കറുപ്പായിട്ടും നല്ല തിക്കായും നീളത്തിലുമൊക്കെ വളരാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഓയിലാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കറിവേപ്പില കൊണ്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി നന്നായി തഴച്ച് വളരാനും മുടിയിലുണ്ടാകുന്ന താരൻ, ചൊറിച്ചിൽ എന്നീ പ്രശ്നങ്ങളെല്ലാം മാറാനും ഒക്കെ വളരെയധികം സഹായിക്കും. നമ്മളിവിടെ കറിവേപ്പില നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി ഒരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് ഉണക്കിയെടുത്തതാണ്. കറിവേപ്പില ഇതുപോലെ തണ്ടിൽ നിന്നൊക്കെ അടത്തി മാറ്റിയെടുക്കാം. ഒട്ടും തന്നെ വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. ഇനി വെള്ളം ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ കോട്ടൺ തുണി വെച്ചൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്ക് ഈ കറിവേപ്പില മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് കറിവേപ്പിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉലുവയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉലുവ ഇവിടെ എടുത്തിട്ടുണ്ട്. ഉലുവ മുടി വളർച്ച കൂട്ടാനും താരന് ചെറുക്കാനും സ്കാൽപ്പിന് നല്ലൊരു ഡ്രൈനെസ് ഇല്ലാതെ സ്കാൽപ്പ് ഇച്ചി സ്കാൽപ്പൊന്നും ആകാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ. മുടി കൊഴിച്ചിൽ തടയാനും മുടിയുടെ കേടുപാടുകളൊക്കെ മാറ്റാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും അകാലനര തടയാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ. ഇനി നമ്മൾ ഈ കറിവേപ്പിലയും ഉലുവയും നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കരുത്. അതുപോലെ മിക്സിയുടെ ജാറിനകത്തും ഒട്ടും വെള്ളമയൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ലപോലെ തന്നെ രണ്ടും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിയുള്ളൊരു പാത്രമാണ് വേണ്ടത്. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയോ സ്റ്റീലിൻ്റെ കട്ടിയുള്ള ഏതെങ്കിലും പാത്രമോ നമുക്ക് എടുക്കാം. നോൺ സ്റ്റിക്ക് പാനോ അലുമിനിയത്തിൻ്റെ ചട്ടിയോ അങ്ങനെയുള്ള ഒന്നും എടുക്കാൻ പാടില്ല. ഇരുമ്പിൻ്റെ ചട്ടിയോ സ്റ്റീലിൻ്റേതോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന കറിവേപ്പിലയും ഉലുവയും ഈ ചട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മുൻപെടുത്തിട്ടുള്ള അതേ കപ്പിന് 250 ml വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ തന്നെ നമ്മൾ അടുപ്പിലേക്ക് വെക്കരുത്. ആദ്യം ഈ പൊടിയിലേക്ക് വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൂടെ കൊടുക്കണം. നമ്മൾ എണ്ണ കാച്ചുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കുക എന്നുള്ളത്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം മുടിക്ക് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴെല്ലാവർക്കും നരയൊക്കെ കണ്ടുവരുന്നൊരു കാലമാണ്. ചെറിയ കുട്ടികൾക്ക് പോലും നരയുണ്ട്. ഇങ്ങനെ അകാല നരയൊന്നും വരാതിരിക്കാനൊക്കെ ഈ ഒരു എണ്ണ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് സഹായിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ഗ്യാസ് അടുപ്പിലേക്ക് ഈ ചട്ടി വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒട്ടും തന്നെ തീ കൂട്ടി വയ്ക്കാൻ പാടില്ല. ലോ ടു മീഡിയം എന്ന രീതിയിലായിരിക്കണം ഫ്ലെയിം ഉണ്ടാവേണ്ടത്. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് മാത്രമായിട്ട് തീ കത്തി ആ ഒരു ഭാഗത്തുള്ള എണ്ണയോ അല്ലെങ്കിൽ ഈ കറിവേപ്പിലയും ഒക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. എണ്ണ കറക്റ്റ് പാകത്തിൽ നമ്മൾ തയ്യാറാക്കിയെടുത്ത് മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണവും നമുക്ക് കിട്ടുക. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ വല്ലാതെ കരിഞ്ഞ് അല്ലെങ്കിൽ മൂത്തു പോവുകയും എണ്ണയുടെ ഗുണമൊന്നും മുടിയിലേക്ക് കിട്ടാതിരിക്കുകയും ചെയ്യും. ഇങ്ങനെ വീട്ടിൽ കാച്ചിയെടുക്കുമ്പോൾ എണ്ണയുടെ പാകം അറിയാത്തവരാണ് എണ്ണയൊക്കെ കാച്ചി മുടിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒട്ടും തന്നെ മുടി വളരുന്നില്ല അല്ലെങ്കിൽ മുടി മുഴുവനും കൊഴിഞ്ഞു പോകുന്നു, ഈ എണ്ണ ഉപയോഗിച്ചതിന് ശേഷം മുടി ഒരുപാട് കൊഴിയുന്നു എന്നൊക്കെ പറയുന്നത്. എണ്ണയുടെ പാകം അറിഞ്ഞ് വേണം നമ്മൾ എണ്ണ കാച്ചിയെടുക്കാനായിട്ട്. അതിനായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ കൈവിടാതെ എണ്ണ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും എണ്ണ ഇതുപോലെ തിളച്ച് വരുന്നത് കാണാം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ പൊടിച്ച് ചേർത്ത കറിവേപ്പിലയിലുള്ള കുറച്ചെങ്കിലും വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അതൊക്കെയാണ് ഈ പൊട്ടി വരുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 കറിവേപ്പില, ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഈ പതയൊക്കെ മാറുന്ന സമയത്താണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലാണ് നിങ്ങൾ എണ്ണ ഇതുപോലെ വന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ കൊണ്ട് തന്നെ ഇരിക്കണം. ഒട്ടും തന്നെ കൈയെടുക്കാൻ പാടില്ല. കാരണം ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിക്ക് നല്ല ചൂടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്താലും ഇതിൻ്റെ ചൂട് അങ്ങനെ തന്നെ നിലനിൽക്കും. ഇനി ഉലുവ ചേർത്തിരിക്കുന്നത് കൊണ്ട് ചിലർക്കൊക്കെ സംശയമുണ്ടാവാം ജലദോഷം പിടിപെടുമോ എന്നൊക്കെ. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ 2-3 കുരുമുളകും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ നമുക്ക് എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജലദോഷമൊന്നും ഉണ്ടാവില്ല.
നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിരിക്കുന്നത് എണ്ണയുടെ പാകം അറിയാനായിട്ടാണ്. ഇപ്പം എണ്ണയുടെ തിളയൊക്കെ ചെറിയ രീതിയിൽ മാറി വരുന്നുണ്ട്. എങ്കിലും നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റോളമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല, ആ തിളക്കലൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ രീതിയിലേ ഉണ്ടാവുന്നുള്ളൂ. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയുടെ ചൂടിൽ തന്നെ കുറച്ച് നേരം കൂടെ ഒന്ന് അടുപ്പിലിരിക്കട്ടെ. ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ ആ തിളയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് നേരം നമുക്ക് ഇതുപോലെ ചീനിച്ചട്ടിയിൽ വെച്ചിരിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആകുമ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഈ എണ്ണ ഒന്നൊഴിച്ച് മാറ്റിയെടുക്കാം. സ്റ്റീലിൻ്റെയൊക്കെ ചീനിച്ചട്ടി ആണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമാണ് എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ മാറ്റേണ്ട ആവശ്യമില്ല. ഇരുമ്പിൻ്റെ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു പാത്രത്തിലേക്ക് എണ്ണ മാറ്റി വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ എണ്ണ തണുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. എണ്ണയുടെ കളറൊക്കെ കണ്ടോ, നല്ല പച്ച കളറിലാണ് എണ്ണ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ കറിവേപ്പിലയുടെ പാകം എങ്ങനെയാണെന്നൊന്ന് നോക്കാം. കറിവേപ്പില നല്ല പോലെ തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ല പോലെ ക്രിസ്പി ആയിട്ടുണ്ട്. കയ്യിലിതാ ഇങ്ങനെയൊന്ന് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകുന്ന രീതിയിലാണ്. ഈ ഒരു പാകമാണ് നമ്മുടെ എണ്ണയുടെയും പാകം. ഇതുപോലെ കറിവേപ്പില നല്ല ക്രിസ്പിയായി വന്നെങ്കിൽ മാത്രമേ നമുക്ക് എണ്ണ പാകമായി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. കറിവേപ്പിലയുടെ നിറം മാറാതെ തന്നെയാണ് കറിവേപ്പില ഇങ്ങനെ ക്രിസ്പിയായി വന്നിരിക്കുന്നത്. ഇനി കറിവേപ്പില ഒരുപാട് കരിഞ്ഞു പോകാനും പാടില്ല. ഈ ഒരു രീതിയിലാണ് നമ്മൾ എണ്ണ കാച്ചിയെടുക്കേണ്ടത്. എണ്ണ തണുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ അരിച്ചൊഴിക്കാവുന്നതാണ്. എണ്ണയുടെ കളറ് കണ്ടോ, നല്ല പച്ച കളറിലാണ് എണ്ണ കിട്ടിയിരിക്കുന്നത്. നമുക്ക് നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ഇതുപോലെ അരിപ്പയിലോ അരിച്ചൊഴിക്കാവുന്നതാണ്. കറിവേപ്പിലയിൽ ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അകാലനരയെ ചെറുക്കാനും മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും മുടി നല്ല തിക്കായി തന്നെ വളരാനും ഒക്കെ സഹായിക്കും. സ്ഥിരമായിട്ട് ഈ ഒരു എണ്ണ നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് നന്നായിട്ട് തന്നെ മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നല്ല പോലെ തന്നെ മുടി വളരും. ഒട്ടും തന്നെ മുടി വളരുന്നില്ല എന്ന് പറയുന്നവർക്ക് പോലും മുടി വളർത്താനുള്ള ഒരു ഔഷധ കൂട്ടാണ് ഈ ഒരു കറിവേപ്പിലയും അതുപോലെ തന്നെ ഉലുവയും. എത്ര വലിയ താരനാണെങ്കിലും മാറാനായിട്ട് ഈ എണ്ണ സ്ഥിരമായി ഉപയോഗിച്ചാൽ മതി. അതുപോലെ ഡ്രൈ സ്കാൽപ്പൊക്കെ ആണെങ്കിൽ നന്നായി മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഈ എണ്ണ സഹായിക്കും. എണ്ണ സ്കാൽപ്പിലും നമ്മുടെ മുടിയിലും ഒക്കെ നന്നായി തേച്ചതിന് ശേഷം 2 മിനിറ്റ് നേരം മസാജ് ചെയ്യുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ മുടി വാഷ് ചെയ്യരുത്. അതിനുശേഷം വാഷ് ചെയ്യാം. സാധാരണ വെള്ളത്തിലോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ടോ മുടി വാഷ് ചെയ്യാവുന്നതാണ്. എണ്ണ കാച്ചിയതിന് ശേഷം മിച്ചമുള്ള കറിവേപ്പിലയും ഉലുവയുടെയും മിശ്രിതം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു കോട്ടൺ തുണിയിലേക്കിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇപ്പോഴും നന്നായിട്ട് തന്നെ എണ്ണ നല്ലപോലെ പിഴിഞ്ഞെടുക്കുമ്പോൾ എണ്ണ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വേമ്പാലം പട്ട എന്ന് പറയുന്ന ഒരു ഹെർബാണ്. പണ്ട് കാലം മുതലേ മുടിക്ക് കളർ കൊടുക്കാനും സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒന്നാണിത്. കുറച്ച് വേമ്പാലം പട്ട എടുത്ത് ഞാൻ ഈ എണ്ണയിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുള്ള എണ്ണയാണ് ചേർക്കുന്നതെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന എണ്ണ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ചെറിയൊരു ചൂടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വേമ്പാലം പട്ടയുടെ കളറെല്ലാം എണ്ണയിലേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കിട്ടും. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മുടിയുടെ ആരോഗ്യത്തിനും മുടി വളർച്ചയ്ക്കും അകാല നരയെ തടയാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് വേമ്പാലം പട്ട. ഇത് അങ്ങാടിക്കടകളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. ഓൺലൈൻ സ്റ്റോറുകളിലും വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ മുടി സ്ഥിരമായി മസാജ് ചെയ്ത് മുടിയിൽ തേച്ച് പിടിപ്പിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ്. മുടി നല്ലപോലെ വളരാനും മുടിയുടെ നര മാറാനും അകാല നരയെ തടയാനും ഒക്കെ സഹായിക്കും. ഇതിൻ്റെ കളർ ഒരു റെഡ് കളറിലാണ് വരിക. ഇതങ്ങനെ ഇരുന്ന് കയ്യിലെടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, നല്ലപോലെ റെഡ് ആവുന്നുണ്ട്. സാധാരണ വെളിച്ചെണ്ണയിലും ചെറിയ ചൂടുള്ള വെളിച്ചെണ്ണയിലും ഈ വേമ്പാലം പട്ട ഇട്ട് നമുക്ക് മുടിയിൽ തേക്കാവുന്നതാണ്. എന്നാൽ നമ്മൾ കറിവേപ്പിലയും ഉലുവയും ഒക്കെ ഇട്ട് കാച്ചിയെടുത്ത ഈ എണ്ണയിലേക്ക് വേമ്പാലം പട്ട കൂടി ഇട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടി നന്നായിട്ട് തന്നെ കറുക്കാനും മുടിയുടെ നല്ല വളർച്ചയ്ക്കും നല്ല തിക്കായി വളരാനും താരനൊക്കെ അകറ്റാനും ഒക്കെ വളരെയധികം സഹായിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.